പടക്കിറങ്ങാൻ തീരുമാനിച്ചു. കുഴപ്പമില്ല. ഏ കൂട്ടിന് നല്ല ജിമ്മന്മാരൊക്കെ ഉള്ള ഇവിടെ ഇറങ്ങാൻ ചിങ്കാനെ നേരെ ഇങ്ങോട്ടാണല്ലേ. പക്ഷെ മൊത്തം പോയി, എല്ലാം പോയി. എല്ലാം പോയി. എന്ത് പറ്റി? അടുത്ത ക്യാരക്ടർ അങ്ങനെയൊക്കെ അടുത്ത സിനിമയിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്തായാലും പടക്കളം ഞാൻ വിജയ് ബാബുവായിട്ട് സംസാരിച്ചു. ഇന്നലെ ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടീമിൻ്റെ മൊത്തം എടുത്തിരുന്നു. ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ക്യാമ്പസ് സിനിമയാണ്. ഈ ക്യാമ്പസ് സിനിമ പല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലും വ്യത്യസ്തമായ ഒരു സിനിമ. ഷറഫ് ഈ സിനിമ എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രതീക്ഷയോടാണ്. ഒരു ക്ലീൻ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ സിനിമകളിലെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഒരു നമ്മൾ ലീഡ് റോൾ ചെയ്യുമ്പോൾ കോമഡി ക്യാരക്ടേഴ്സ് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു ഹലോ മമ്മിയൊക്കെ കിട്ടിയെന്നല്ലാതെ. അപ്പോൾ അതല്ലാതെ ഒരു കഥാപാത്രം ഇപ്പോൾ ലീഡ് റോൾ എന്നല്ല, ഒരു കഥാപാത്രത്തിന് അത്ര മുഴുന്നുള്ള കഥാപാത്രത്തിൽ അത്രയും സാധ്യതകളൊക്കെ ഉള്ളൊരു കഥാപാത്രം കിട്ടിയ സന്തോഷമുണ്ട്. അതെനിക്ക് മാത്രമല്ല കേട്ടോ, സന്ദീപിനാണെങ്കിലും സുരാജനാണെങ്കിലൊക്കെ അങ്ങനെയാണ്. എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനെ ഷറഫിൻ്റെ ഒരു കഥാപാത്രം കണ്ടപ്പം ഷറഫ് വേറെ രീതിക്ക്, ഇപ്പോൾ ഹലോ മമ്മിയുടെ കാര്യം, ഹലോ മമ്മിയിൽ പിടിച്ചിരിക്കുന്ന വേറൊരു രീതിക്കാണ്. പക്ഷേ ഇതിലേക്ക് ഒരു വേറെ രീതി. പക്ഷേ എങ്കിലും എന്തോക്കെ ഒരു സൈക്കോപാത്തോ എന്തോക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അത് എങ്ങനെയാണ്? അല്ല, അതാണ് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. അതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു നോർമൽ സീനിലേക്കല്ല അപ്പുറത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊന്ന് കാണുന്നതാണ് ആ സിനിമ. അത് ഒരുപക്ഷെ ഇവരെ ബാധിക്കുന്നതൊക്കെ ആയിട്ടായിരിക്കും ആ സിനിമയുടെ ഒരു കിടപ്പുള്ളത്. പിന്നെ അത് എല്ലാവരും കൂട്ടത്തോടെ ബാധിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് അത് ചെടി. സന്ദീപിനെ സംബന്ധിച്ചോളം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ റിലീസ് മൂന്നാമത്തെയാണെന്ന് തോന്നുന്നു. പാൽമി കഴിഞ്ഞ് ജിംഖാന കഴിഞ്ഞ് അന്താക്ഷരി ഉണ്ട്. നാലാമത്തെ സിനിമയാണ്. ഒരു പുതിയ ഒരാളാണ് ഷറഫും സംബന്ധിച്ചിടത്തോളം. എനിക്കറിയാം ഷറഫ് കുറേ നാളുകളായിട്ട് സിനിമയിലുണ്ട്. ഒരു പുതിയ ഒരാളെന്ന നിലയിൽ സന്ദീപിൻ്റെ കഥാപാത്രം ഇതിൽ ഞാൻ കുറച്ച് കഥകൾ കേട്ടപ്പോൾ സന്ദീപിൻ്റെ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി. മറ്റൊരു നല്ലൊരു നടനിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കുന്നു ഈ സിനിമയിൽ ഒന്നിക്കുന്നത്? ആദ്യമായിട്ടാണ്. സന്ദീപിനെ ഈ പുതിയ തലമുറയിൽ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ? പുതിയ ആളുകൾ ഒത്തിരി പേര് വന്നു. സന്ദീപ് ഈ സിനിമയിൽ ചെയ്തു വെച്ച കഥാപാത്രം ഷറഫിന് കണ്ടപ്പോൾ എന്ത് തോന്നി? ഡബിങ്ങിനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ടുണ്ടാവും. നന്നായിട്ടിരിപ്പുണ്ട് സന്ദീപിന്. ആക്ച്വലി എന്താ പറയുക, ഈ ഒരു ജനറേഷനിലെ ഇപ്പോൾ ഒരു നായകനോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിലുപരി എല്ലാ ക്യാരക്ടേഴ്സും പിടിക്കാൻ പറ്റിയ ഒരു ആക്ടറായിട്ട് തന്നെയാണ് ഫ്യൂച്ചറിൽ കാണാൻ സാധ്യത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. വിജയ് ബാബുവായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട് നിങ്ങൾക്ക്? വിജയ് ബാബുവായിട്ടുള്ള ആത്മബന്ധം ക്യാമ്പസ് സ്റ്റോറിക്ക് വേണ്ടി എന്നോട് ആദ്യം പറഞ്ഞ ഷറഫും സുരാജും പിന്നെ കുറച്ച് പിള്ളേരുമാണ് ഈ സിനിമയ്ക്ക്. മറ്റേ കാഞ്ഞിരപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രാത്രി വിളിക്കും, പല പ്രാവശ്യം വരണമെന്ന് പറയും. പക്ഷെ അടിപൊളിയാണ് ലൊക്കേഷനിൽ. നമ്മൾ വിചാരിക്കാത്ത അപ്പുറത്തേക്ക് ഒരു സിനിമയായിരിക്കും ഹൈദരെ എന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. അത്തരം ഒരു ധൈര്യം വിജയ് ബാബുവിന് വരാനുള്ള കാരണം എന്തായിരിക്കും? ഞാനിത് മനു സ്വരാജാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം മനു എൻ്റെ അടുത്ത് ഈ കഥാപാത്രം പറഞ്ഞത് ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവ് ചെയ്യുന്ന സിനിമ, ആ സിനിമയുടെ ഇടയിൽ വെച്ച് അതിൻ്റെ ഷൂട്ട് നടക്കുന്നതിൻ്റെ സമയത്താണ് ഇങ്ങനെ വിജയ് ബാബു വിളിച്ചിട്ട് ഇങ്ങനെ പറയും, മനു ഒന്ന് കഥ പറയുന്നു. മനു ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആ മനു ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യും, മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പം തീർച്ചയായും നമ്മളത് ആ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിനോട് വളരെ ഇതായിട്ട് തന്നെ പോസിറ്റീവായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞു. പക്ഷെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ ഇതുള്ള ഒരു കഥ പറച്ചിലാണ് പുള്ളി എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 പ്രാവശ്യം മനുവായിട്ട് പിന്നീട് വീണ്ടും സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും ഞാനത് അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് സംസാരിച്ച് ഉണ്ടായ ഒരു ഇത് മാത്രം മതി ഈ സിനിമയിലേക്ക് എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് എത്താൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.